പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്ത. സദസ്സിന് കരിങ്കൊടി കാട്ടിയാൽ കൂട്ടത്തല്ല്. നവകേരള സദസ്സിൽ അമ്പലപ്പുഴയിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വാഹനം തടയാൻ ശ്രമിച്ചത്. പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. കളർകോട് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. വീട് അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടെ വീണ്ടും പോലീസും DYFI പ്രവർത്തകരും എത്തുന്നു എന്നുള്ളതാണ്. അതിൽ ക്രൂരമായ മർദ്ദനത്തിന് ഈ പ്രതിഷേധക്കാർ വിധേയരാകുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മർദ്ദനത്തിലേക്കൊക്കെ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴ നഗരത്തിൽ വലിയ അക്രമ പരമ്പര തന്നെ ഉണ്ടായത്. ഞാൻ നിൽക്കുന്ന നിലവിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. അല്പനേരം മുൻപാണ് ഈ MJ ജോബിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. CPIM പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 4 പേരടങ്ങുന്ന സംഘം ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തി വീടിൻ്റെ ജനൽ ചില്ലകളും ഒപ്പം തന്നെ വീടിനകത്ത് പ്രവേശിച്ച് വീട്ടിൽ ഈ സമയത്ത് MJ ജോബിനെ കൂടാതെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ തന്നെ അടിച്ചു തകർത്തു. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കസേര അടക്കമുള്ള കാര്യങ്ങളാണ്. റോഡിന് സമീപത്തുള്ള വീടാണ്. ഈ വീട്ടിലേക്ക് കടന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPIM പ്രവർത്തകർ 4 പേർ ചേർന്ന് ജനൽ ചില്ലുകളും ഒപ്പം തന്നെ ഗൃഹോപകരണങ്ങളും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ട് മുൻപാണ് ഈ കളറോഡ് ജംഗ്ഷനിൽ നിലവിൽ ആക്രമണം ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൈതവന ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. അവിടെ വെച്ച് DYFI പ്രവർത്തകരും പോലീസും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവരെ ആക്രമിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് പിന്നീട് CPIM പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തി ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ വീട്ടിലെ ആളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എപ്പോഴായിരുന്നു സംഭവം? അതായത് ഞാൻ പുറത്തോട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയി വന്നു കയറി ഇവിടെ അടുക്കളയിൽ മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഭയങ്കരമായിട്ട് വലിയ ശബ്ദം. ഞാൻ ഓടിച്ചെന്നപ്പോൾ 3-4 പേര് അകത്തോട്ട് വരുന്നു. ഇതെല്ലാം തള്ളി ഇടുവാണ്. എന്നിട്ട് നമ്മളെയും തള്ളിയിട്ട് ഇവ ഓടുക. എങ്ങോട്ടൊക്കെയാണ് ഓടുന്നതെന്ന് അറിയാം. അതിൻ്റെ പുറകെ ഞാൻ കാണുന്നത് പോലീസുകാർ വരുന്നു. അങ്ങനെ പോലീസുകാർ വന്നിട്ട് കണ്ടാലറിയാവുന്ന 3-4 പേരുണ്ട്. 4 പേരെ ശ്രമിച്ചോ? എന്നെ ആക്രമിക്കാൻ തള്ളി, ഇങ്ങോട്ട് എന്നെ തള്ളിയിട്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ആളിനെ ഒന്നും അറിയത്തില്ല, ആരെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പുറത്തുനിന്ന് വന്നതായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ പ്രതികരണം തേടാം. ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാവോ? ഈ CPIM പ്രവർത്തകർ തന്നെയാണോ? അറിയാവുന്നവരുണ്ട്. അതിനകത്തൊരു 3-4 പേര് അറിയാവുന്നവരുണ്ട്. അത് കൂടാതെ അറിയാത്ത 7-8 പേരോട് ഉണ്ടായിരുന്നു. ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടാകാൻ കാരണം ഞാൻ പ്രതിഷേധത്തിൻ്റെ പിന്നിൽ ഞാൻ പ്രവർത്തിച്ചെന്നുള്ള രീതിയിലാണ് അവർ കയറി ആക്രമണം കാണിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള അതിൻ്റെ റിയാക്ഷനായിട്ടാണ് ഇവിടെ വന്ന് കയറി തല്ലിപ്പൊളിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ വൈഫിനെ കയറി ആക്രമിച്ചു. ഇവിടെ മുഴുവൻ കയറി തല്ലിപ്പൊളിച്ചിട്ട് അവന്മാർ ഓടിപ്പോയി. 2-3 പേരെ പോലീസുകാർ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അനുജ, ഈ സംഭവം ഉണ്ടാകുന്ന തൊട്ട് മുൻപാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നഗരത്തിൽ പല സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ വ്യൂഹത്തിന് നേരെ പ്രതിഷേധിച്ചത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനടക്കം ക്രൂരമായ മർദ്ദനമേറ്റു. AD തോമസിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. AD തോമസ് അടക്കമുള്ള ഏതാനും പ്രവർത്തകരെ ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ചേർന്ന് നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണ്? വളരെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലും കൈതവന ജംഗ്ഷനിലിട്ടും വളരെ മൃഗീയമായി DYFIക്കാരും SFIക്കാരും ചേർന്ന് മൃഗീയമായി ഉപദ്രവിക്കായിരുന്നു. അവിടുന്ന് പരിപാടികൾ കഴിഞ്ഞ് സ്ഥിരമായി ഞങ്ങളുടെ KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ളതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുകയും CPIM നിന്ന് CITയിലുള്ള ഒരു പ്രവർത്തകൻ റജീബ് അലി എന്ന് പറയുന്ന പ്രവർത്തകൻ ആദ്യം മാരകമായി ഇവിടെ കടന്നു കയറുകയും കല്ലെറിയുകയും ചില്ല് പൊട്ടിക്കുകയും ഇവിടുത്തെ വീട്ടിലെ നിങ്ങൾ തന്നെയാണ് എന്തുമാണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്, എന്തുവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? വളരെ മോശമായ പ്രവണത, അതായത് ഒരു അക്രമം അഴിച്ചു വിടുക. അനുജ, ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് പല സ്ഥലങ്ങളിലും പ്രതിഷേധമുണ്ടായി. അവിടെയൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി ഈ KSU ജില്ലാ പ്രസിഡന്റിനെ അടക്കം മർദ്ദിച്ചു, തലയ്ക്ക്
പരിക്കേറ്റു. പിന്നീട് രണ്ടാമത് ഇതിൽ പ്രതിഷേധിച്ചാണ് കൈതവന ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഈ നിലവിൽ ഇവർ ആരോപിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSU പ്രവർത്തകരെ, DYFI പ്രവർത്തകരും പോലീസും ചേർന്ന് മർദ്ദിച്ചു എന്നിവർ പറയുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴ നഗരത്തിലെ കളർകോട് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വീടിന് ചുറ്റും ഇപ്പോഴും DYFI പ്രവർത്തകരുണ്ട്. പോലീസ് ഒന്നും ചെയ്യുന്നില്ല, പോലീസ് നിസ്സംഗരായി നിൽക്കുകയാണെന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇനിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സ് നടക്കുന്നത് കുട്ടനാട്ടിലാണ്. അടുത്ത സദസ്സ് ഹരിപ്പാടാണ്. ഇനിയും തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. സംഘർഷ സാധ്യത കൂടി സ്ഥലത്തുണ്ടെന്നാണ് പോലീസും അറിയിക്കുന്നത്. ആലപ്പുഴയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസും DYFI, SFI പ്രവർത്തകരും ചേർന്നാണ് മർദ്ദിച്ചത് എന്നതാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. അതിനിടെയാണ് കളർകോട് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വീട് അടിച്ചു തകർക്കുന്നു. സംഭവത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണ്. താനാണ് ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാകാം ആക്രമണം ഉണ്ടായത് എന്നതാണ് ജോബ് 24നോട് പറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക്. മാവേലിക്കരയിൽ 6 വയസ്സുകാരി നക്ഷത്രയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു. മാവേലിക്കര സ്വദേശി ശ്രീ മഹേഷാണ് മരിച്ചത്. വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം. മാവേലിക്കരയിൽ 4 വയസ്സുകാരിയായ നക്ഷത്രയെ മഴുകൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് പിതാവ് ശ്രീ മഹേഷ്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം തിരിച്ചു കൊണ്ടുപോകും വഴിയാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി മെമ്മു ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു. തൽക്ഷണം മരണം സംഭവിച്ചു. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ആഷ് കെ ബാൽ മുൻപാകെയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. നക്ഷത്രയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്ത ദിവസം ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീ മഹേഷ് ജയിലിൽ വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീ മഹേഷിനെ ഇന്ന് രാവിലെയാണ് ആലപ്പുഴ കോടതിയിൽ കൊണ്ടുവന്നത്. സാക്ഷ്യവിസ്താരം ജനുവരി 16 ആരംഭിക്കാനായി കേസ് കോടതി മാറ്റിയിരുന്നു. ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിനായുള്ള നീക്കത്തിന് നക്ഷത്ര തടസ്സമാകുന്നുവെന്ന് കണ്ടാണ് കൊലപ്പെടുത്തിയതെന്നും സ്വന്തം മാതാവിനെ വധിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ശ്രീ മഹേഷിനെതിരായ കേസ്. 24 കൊല്ലം. രഞ്ജിത്തിനെതിരെ പടയൊരുക്ക്. ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നിപ്പില്ലെന്ന ചെയർമാൻ രഞ്ജിത്തിന്റെ വാദം തള്ളി ജനറൽ കൗൺസിൽ അംഗങ്ങൾ. ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പ്രവർത്തനം. ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അക്കാദമിയിലെ ജനറൽ കൗൺസിൽ അംഗങ്ങളാണ് രഞ്ജിത്തിനെതിരെ പരാതിയുമായി എത്തിയത്. ചെയർമാന്റെ പ്രവർത്തനം ഏകാധിപതി എന്ന രീതിയിലാണ്. ഡോക്ടർ ബിജുവിനെ പറ്റിയുള്ള വിവാദ പരാമർശങ്ങളും കൗൺസിലിലെ ഒരംഗത്തോട് അപമര്യാദയായി പെരുമാറിയതും അംഗങ്ങളിൽ വിയോജിപ്പിനിടയാക്കി. ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും അംഗങ്ങൾ. നമ്മുടെ ചെയർമാന്റെ ധാരണ മുണ്ടിന്റെ കോന്തലയും പിടിച്ച് ഒരു ആറാന്തപുരം രീതിയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതാണ്. വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. മാടമ്പിത്തരത്തിനാണ് ഞങ്ങൾ എതിരെ നിൽക്കുന്നത്. അതേസമയം അക്കാദമിയിൽ ഭിന്നിപ്പില്ലെന്ന് ആവർത്തിക്കുകയാണ് രഞ്ജിത്ത്. താൻ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും ചെയർമാൻ. അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. ഭിന്നിപ്പില്ലെന്ന് അക്കാദമി സെക്രട്ടറി ഉൾപ്പെടെ ആവർത്തിക്കുമ്പോഴും അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഇതിൽ അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ ആസൂത്രകൻ ലളിത് ഝായെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ഫോണുകൾ കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. ലളിത് ഝായെ സഹായിച്ച 2 പേരും കസ്റ്റഡിയിലായിട്ടുണ്ട്. ലളിത് ഝായെ വിശദമായി ചോദ്യം ചെയ്യാനായി 15 ദിവസത്തെ കസ്റ്റഡിയാണ് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 7 ദിവസത്തെ കസ്റ്റഡിയാണ് പട്യാല ഹൌസ് കോടതി അനുവദിച്ചത്. സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. ഒളിവിൽ കഴിഞ്ഞ രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ലളിത് ഝായുടെ മൊഴി. അതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് കൊൽക്കത്ത ആസ്ഥാനമായ എൻജോയ്ക്ക് അയച്ച ശേഷമാണ് രാജസ്ഥാനിലെ നഗൌറിലേക്ക് കടന്നത്. പ്രതികൾ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വിളിച്ച 50 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലളിത്തിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച മഹേഷ്, കൈലാഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ മഹേഷിന് അതിക്രമത്തെക്കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ വിശാലിന്റെയും ഭാര്യയുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ പാർലമെന്റ് സമുച്ചയത്തിലെത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും. 24 ഡൽഹി.
പാർലമെന്റ് നടപടികൾ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പാർലമെന്റ് അതിക്രമ വിഷയത്തിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും BJP MPക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത്. വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാജ്യസഭയിലെ BJP സഭാ നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. പ്രശ്നം വിശദമായി ചൊവ്വാഴ്ച ചേരുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തും. നടപടികൾ തുടങ്ങും മുൻപേ പാർലമെന്റ് വളപ്പ് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധം. 11 മണിക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു. ഉച്ചയ്ക്ക് വീണ്ടും ചേർന്നപ്പോഴും നടപടികൾ ക്രമപ്രകാരം മുന്നേറിയില്ല. ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങൾ പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷ പ്രതിഷേധം ആത്മാർത്ഥത ഇല്ലാത്തതെന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം. രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതിപക്ഷ സമീപനം പക്വതയില്ലാത്തതാണെന്ന് കുറ്റപ്പെടുത്തി. പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാനായി സർക്കാർ നടത്തിയ അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ വിജയം കണ്ടില്ല. BJP MPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തും. 24 ഡൽഹി. വണ്ടിപ്പെരിയാറിൽ നീതി അകലെയോ? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും. പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് നിയമസഹായമൊരുക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അന്വേഷണവും തെളിവ് ശേഖരണവും ശരിയായ ദിശയിലായിരുന്നു എന്ന് പറയുന്ന കുടുംബം പക്ഷേ SC/ST പീഡന നിരോധന നിയമം പ്രതിക്കെതിരെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കുറ്റപ്പെടുത്തി. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരപിള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. സയന്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിന്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. CPIM നേതാക്കൾ ഇടപെട്ട് കേസ് അട്ടിമറിച്ചുവെന്നും അന്വേഷണ സംഘം പരാജയപ്പെട്ടതിന്റെ കാര്യം പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക. 2 വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. 24 ഇടുക്കി. വയനാട് വാഗേരിയിലെ നരഭോജി കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ. എത്രയും പെട്ടെന്ന് ദൗത്യം വിജയം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് നോർത്തേൺ CCF KS ദീപ പറഞ്ഞു. വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കല്ലൂർക്കുന്നിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു. പ്രജീഷിന്റെ മൃതദേഹം കിടന്ന പ്രദേശത്തു നിന്നും 1/2 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു പരിശോധന. മുത്തങ്ങിയിൽ നിന്നെത്തിച്ച 2 കുങ്കിയാനകളെയും ഉപയോഗിച്ചു. കടുവയ്ക്കായുള്ള ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നോർത്തേൺ CCF KS ദീപ പങ്കുവച്ചു. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ID നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈഗർ നമ്മളുടെ വിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വാഗേരിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കടുവയുടെ കാൽപ്പാടുകളും കാഷ്ടവും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയ 90 ഏക്കർ പ്രദേശത്തിന്റെ താഴെ ഞാറ്റടി മേഖലയിലാണ് കടുവ സാന്നിധ്യം. വാഗേരിയിലെ കടുവയും കല്ലൂർക്കുന്നിലെ കടുവയും രണ്ടാണെന്നാണ്
വനം വകുപ്പിന്റെ നിഗമനം. ലൈവ് ക്യാമറ 3 എണ്ണം വേറെ, 25 ക്യാമറ ട്രാപ്സ് ഉണ്ട്. ലൈവ് ക്യാമറാസ് 3 എണ്ണം വെച്ചിട്ടുണ്ട്. ലൈവ് ക്യാമറയിലും വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. മാഡം പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗേരി മേഖലയിൽ രാത്രിയിലും വനം വകുപ്പ് പരിശോധന തുടരുന്നുണ്ട്. വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയുണ്ട് വാഗേരിയിലെ കടുവ. ഉചിതമായ ഇടം കിട്ടിയാൽ വെടിയുതിർക്കും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം കൂടല്ലൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. IFFK വേദിയിൽ രഞ്ജിത്തിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നു. രഞ്ജിത്തിന്റെ പേര് പരാമർശിച്ചപ്പോൾ കൂവലുണ്ടായി എന്നതാണ് ആ വാർത്ത. ഇപ്പോൾ വന്നിരുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത, മലപ്പുറം മഞ്ചേരിയിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 മരണം. ചെട്ടിയങ്ങാടിയിലാണ് അപകടം. ഡ്രൈവർ ഉൾപ്പെടെ ഓട്ടോയിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് ഈ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയും ഒരു കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 4ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പരിക്കേറ്റവരെ മഞ്ചേരിയിലുള്ള വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അപകടം നടന്നത്, ഒപ്പം തന്നെ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അനുജ, മഞ്ചേരി ചെട്ടിയങ്ങാടിയിലാണ് ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചത്. ഇനി ഇന്നത്തെ ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തൃപ്രയാറിൽ ആന ഇടഞ്ഞ് 2 വാനുകൾ കുത്തിമറിച്ചിട്ടു. പുതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പന്മാർ ചാടി രക്ഷപ്പെട്ടു. എലിഫന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ആനയെ തളച്ചത്. ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ. തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈ കോട്ടയം റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ സർവീസ്. തിങ്കളാഴ്ച മുതൽ സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങളുമായി ദേവസ്വം ബോർഡ്. നിലയ്ക്കൽ ഉൾപ്പെടെ ഇടത്താവളങ്ങളിൽ പോലീസും ജാഗ്രതയിൽ. തിരക്ക് കുറഞ്ഞെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. തമിഴ്നാട്ടിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പുതുച്ചേരിയിലും കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത സമരത്തെ പിന്തുണച്ച് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലായിരുന്നു പ്രതികരണം. രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി മുംബൈ ഇന്ത്യൻസ്. 5 IPL കിരീടങ്ങൾ സമ്മാനിച്ച രോഹിത്തിനെ മാറ്റിയത് തലമുറ മാറ്റത്തിന്റെ പേരിൽ. ഹാർദിക് പാണ്ഡ്യ പുതിയ നായകൻ. നാടകീയ നീക്കം. പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് പൊന്നും വിലയ്ക്ക് സ്വന്തമാക്കിയ ശേഷം. പ്രൈം ടൈം ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.